ഇതെല്ലാം കിട്ടുമ്പോ ഏറ്റവും നല്ലത്. എന്നാൽ ഇപ്പൊ കടക്കണിയിൽ പെട്ടു. നേരത്തെ നമ്മുടെ ഒരു സീനിയർ ആയിട്ടുള്ള അംഗം പറഞ്ഞല്ലോ, കേരളം കടക്കണിയിൽ പെട്ട് കിടക്കുകയാണ്. എങ്ങനെയാണ് കടക്കണിയിലായിട്ടുള്ളത്? കേന്ദ്രം നമുക്ക് അനുവദിക്കേണ്ട ഫണ്ട് അതേ രീതിയിൽ അനുവദിക്കണം. അനുവദിക്കാത്തത് കൊണ്ടല്ലേ കടക്കണിയിൽ വീണത്. ഈ കിഫ്ബിയുടെ പരിധി അടക്കം കടത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയല്ലേ കടക്കണി വന്നത്? സർ, ഇത് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് മഹാനായ കവി അക്കിത്തം പറഞ്ഞതുപോലെയാണ്, ഞാൻ ആനപ്പുറത്ത് കയറിയിരുന്നത് കണ്ടവരാരുമില്ല, എന്നാൽ വീണത് കണ്ടവരുണ്ട്. നെഗറ്റീവ് ആവുമ്പോ എല്ലാവരും കാണും. അത് ഇപ്പൊ കടക്കണിയിലാണ് കേരളം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സർ ഉള്ളത്. സർ, ഇവിടെ പ്രതിപക്ഷം വലിയ രീതിയിലേക്ക് പറയുന്നുണ്ടല്ലോ. നമ്മൾ പ്രതിപക്ഷ നേതാവിനെയൊക്കെ തന്നെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരാണ് സർ. പരസ്പര ബഹുമാനം എപ്പോഴും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഈ സഭയിൽ വേണ്ട രീതിയിലേക്കുള്ള മാന്യത പുലർത്തേണ്ടത് ആവശ്യമാണ് സർ. സർ, പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സർ, ദിവസവും ചാനലും പത്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ശൈലി മാറ്റാൻ പറയുന്നു. പ്രതിപക്ഷ നേതാവിനെ ആ പാർട്ടിയുള്ളവർ പോലും തള്ളിപ്പറയുന്ന ഒരവസ്ഥ എങ്ങനെയാ വന്നിട്ടുള്ളത്? പറയണ്ടേ സർ? അത് ശൈലി മാറ്റുക തന്നെ വേണം സർ. എന്നിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ സർ ആ ശൈലി? അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. പ്രതികരിക്കണ്ട എന്ന് പറഞ്ഞാൽ നടക്കുമോ സർ? ഇതാണ് സർ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി. ഇത് ഒരു മാന്യത വേണ്ടേ സർ? നമ്മുടെ നിയമസഭയിലെല്ലാം തന്നെ പറയുമ്പോൾ സർ ഒരു കാര്യം കൂടെ പറയാണ് സർ, പറയാതെ ഇരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കേരള വികസനപാത ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ പിടിക്കുന്നു. കേരളത്തിന്റെ ഒരു കാര്യം കൂടി ഉണ്ട് സർ, ഒരഴിമതിയും നടത്താത്ത ഒരു സർക്കാർ എന്നുള്ള ഖ്യാതി നമുക്കുണ്ട് സർ. ഇന്ത്യ രാജ്യത്ത് ഒരൊറ്റ സംസ്ഥാനവും ഇല്ല. അതേപോലെ കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിൽ നമുക്കറിയാം, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന സർക്കാരാ. സിവിൽ സർവീസ് മാത്രമല്ല, ജനപ്രതിനിധി അടക്കം. ഇവിടെയുള്ള ഒരു MLA ഉണ്ടല്ലോ സർ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പത്രങ്ങളിൽ വന്നു. പക്ഷെ പത്രം അതേപോലെ മുക്കുന്ന ഒരു സ്ഥിതി ഇവർക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ സർ. ഇവിടെയുള്ള MLA-മാരാണ് സർ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കിൽ നിന്നും ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് വലിയ അഴിമതി നടത്തി ഒരു അച്ഛനും മകനും സർ കഴിഞ്ഞ ദിവസം ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ട് മരിച്ചിട്ടുള്ളത്, ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എന്താണ് സർ ഇവർക്ക് പറയാനുള്ളത്? അവിടെയും മുഖ്യ രേഖയില്ല, ആത്മഹത്യാ കുറിപ്പ് തെളിഞ്ഞിട്ടില്ല. ഇവര് പറഞ്ഞിട്ടുള്ളവർക്ക് നാണമില്ലല്ലോ സർ ഇവർക്ക് പറയാൻ. ഞങ്ങൾക്ക് പറയാനുണ്ട് സർ, ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരുടെ പേരിൽ ഒരാൾ പോലും ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടില്ല. അവർ ചെയ്തതിന് ഒരു തെളിവുമില്ല. പക്ഷേ ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം. ഞങ്ങൾ ചെയ്തല്ലോ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിങ്ങൾ രാജിവെച്ച് മാറി നിൽക്കൂ. നിങ്ങൾ അന്വേഷണം തെളിയുമ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ. ഇവരെന്താ സർ ചെയ്തത്? ഇന്ന് കോടതിയിൽ ഹാജരാവേണ്ടതാണ്. നിയമസഭയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഹാജരാവാതിരുന്നത്. ഇവിടെ കാണുന്നില്ലല്ലോ സർ. എന്തിനാ ഈ ഒളിച്ചു കളി? മുക്കുക, നക്കുക എല്ലാം തന്നെ ഇവർക്ക് പറഞ്ഞതാ സർ. ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് സർ പറയാൻ. സമയമില്ലാത്തത് കൊണ്ട് പറയുന്നു. പക്ഷേ എനിക്കൊന്ന് മാത്രമേ ഞങ്ങൾക്കെല്ലാം തന്നെ പറയാനുള്ളൂ, സഭയിൽ മാന്യത പാലിക്കണം ആരായാലും എന്നുള്ള കാര്യം മാത്രമേ സർ പറയാനുള്ളൂ.